ഹായ്. എൻ്റെ പേര് പ്രിൻസ് ജോസ് ഫ്രാൻസിസ്. ഞാൻ കഴിഞ്ഞ 20 വർഷമായി ഓൺലൈൻ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിങ്ങിലും കമ്മോഡിറ്റി ട്രേഡിങ്ങിലും ഫോറക്സ് ട്രേഡിങ്ങിലും പ്രവൃത്തി പരിചയമുള്ളൊരു വ്യക്തിയാണ്. ഇന്ന് ഞാൻ പ്രതിപാദിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ഒരു ഫോറക്സ് ട്രേഡിംഗ് എന്താണ്, അത് ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയൊക്കെയാണ് ട്രേഡ് ചെയ്യാൻ പറ്റുക, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലുള്ള ഫോറക്സ് പെയേഴ്സാണ് അതിനകത്ത് അവൈലബിൾ ആയിട്ടുണ്ടാകുക തുടങ്ങിയ കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ ഈ വെബിനാറിൽ ഈ സെക്ഷനിൽ ഞാൻ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുക. നമുക്ക് ഏവർക്കും അറിയാം, പല രാജ്യങ്ങൾക്കും പല കറൻസീസാണുള്ളത്. ഇപ്പം അമേരിക്കയുടെ കേസ് എടുക്കുകയാണെങ്കിൽ $, ഉണ്ട്. ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ രൂപയുണ്ട്. അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രികൾക്കാണെങ്കിൽ ഏകീകരിച്ചൊരു കറൻസിയായ യൂറോ ഉണ്ട്. അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈവൻ യു എക്കാണ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനാണെങ്കിൽ ദിർഹംസ് ഉണ്ട്. അങ്ങനെ പല രാജ്യങ്ങൾക്കും പല കറൻസീസാണ് ഉണ്ടാകുക. ഈ കറൻസികൾ തമ്മിൽ വിനിമയം നടക്കുന്ന പ്രക്രിയയ്ക്കാണ് സത്യത്തിൽ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുക. ഫോർ എക്സാമ്പിളായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ, ഇപ്പോൾ അമേരിക്കയുടെ കറൻസിയായ $, ഇന്ത്യയുടെ കറൻസിയായ ഇന്ത്യൻ റുപ്പിയും എടുക്കുമ്പോൾ അതിനൊരു കറൻസി പെയർ ഫോം ചെയ്യുന്നുണ്ട്. ആ കറൻസി പെയറിനെയാണ് USD INR എന്ന പേരിൽ നമ്മൾ അറിയപ്പെടുക. ഈ കറൻസി പെയർ രണ്ട് തരത്തിൽ നമുക്കുണ്ടാകാം. ഒന്ന് $, USD വിത്ത് INR ഉണ്ടാകാം, INR വിത്ത് USD എന്ന രണ്ട് കറൻസി പെയർസ് ഈ രണ്ട് രാജ്യങ്ങളിലെ കറൻസികൾ തമ്മിൽ വിനിമയ നിരക്കിൽ നമുക്കുണ്ടാകാറുണ്ട്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ USD INR USD എന്ന് പറയുന്ന ഒരു കറൻസി പെയർ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ് കറൻസി എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പിയായ INR-ഉം അതിൻ്റെ കോട്ട് കറൻസി എന്ന് പറയുന്നത് $ആണ്. ഇപ്പം നമുക്കറിയാം, ഇപ്പോഴത്തെയൊക്കെ ഏകദേശം ഒരു വിനിമയ നിരക്ക് പ്രകാരം ഒരു USD എന്ന് പറയുന്നത് ഏകദേശം 71 രൂപയ്ക്ക് ഇക്വലൻ്റ് ആയിട്ടുള്ളൊരു എമൗണ്ടാണ് ഉണ്ടാകുക. അതിൻ്റെ ഓരോ ദിവസവും അതിൻ്റെ പല ഫാക്ടേഴ്സ് കൊണ്ടും, പല എക്കണോമിക് ഫാക്ടേഴ്സ് കൊണ്ടും, പല ലോകത്ത് ഈവൻ ഈ രണ്ട് രാജ്യങ്ങളിൽ സംഭവിക്കുന്ന പല കാര്യങ്ങൾ കൊണ്ടും ഈ കറൻസികളിൽ ഏത് സമയങ്ങളും ഒരു വേരിയേഷൻസ് അല്ലെങ്കിൽ ഒരു വ്യതിയാനങ്ങൾ നമുക്ക് ഏത് സമയത്തും കാണാൻ സാധിക്കുന്നതാണ്. നമ്മളിൽ പലരും കറൻസി ട്രേഡിങ് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തിട്ടുണ്ടാകാം. ഫോർ എക്സാമ്പിൾ, ഏകദേശം ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യൻ രൂപയുടെ വില $, കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 65 രൂപ ലെവലിലായിരുന്നു. അതാണ് നമ്മളിപ്പം കാണുന്ന 71 ലെവലിലേക്കോ 72 ലെവലുകളിലേക്കോ ഈവൻ 74-75 ലെവലുകളിലേക്ക് വരെ പോയിരുന്നു. 71 രൂപയിൽ നിൽക്കുക. സപ്പോസ് ഒരു 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു 6 ലക്ഷം രൂപ നമ്മൾ $, ആയിട്ട് കൺവേർട്ട് ചെയ്തു വന്നിരിക്കട്ടെ. ആ സമയത്ത് നമ്മുടെ കൺവേർഷൻ റേറ്റ് എന്ന് പറയുന്നത് 60 രൂപ ആണെങ്കിൽ അതുവഴി നമുക്ക് ഏകദേശം ഒരു $10,000 അത് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. കൺവേർഷൻ ചെയ്യുന്ന നമുക്കറിയാം, നമുക്ക് പലരും നമ്മുടെ കയ്യിൽ ഒരു 6 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും കറൻസി എക്സ്ചേഞ്ചിലോ ബാങ്കിലോ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്നും അതിനാനുപാതികമായിട്ടുള്ള ഡോളർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്കുകാർ അതിനാനുപാതികമായിട്ടുള്ള അല്ലെങ്കിൽ കറൻസി എക്സ്ചേഞ്ചുകൾ അതിനാനുപാതികമായിട്ടുള്ള ഡോളേഴ്സ് നമുക്ക് തരും. അപ്പോൾ നമുക്കൊരു $10,000 കിട്ടി. ഈ $10,000 നമ്മൾ ഒരു റിസ്ക് എടുക്കാതെ ഏതെങ്കിലും ഒരു $, ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരു ബോണ്ടുകളിലോ അവരുടെ കോർപ്പറേറ്റ് ബോണ്ട്സുകളിലോ എന്തെങ്കിലും ഒരു ബോണ്ടുകളിൽ ഫിക്സഡ് ആയിട്ട് അടുത്ത 5 വർഷത്തേക്ക് നമ്മൾ ഇട്ടു. കഴിഞ്ഞ 5 വർഷത്തേക്ക് നമ്മൾ ഇട്ടു എന്ന് വിചാരിക്കാം. ആ എമൗണ്ട് ആ കോർപ്പറേറ്റ് ബോണ്ടുകളിൽ കൂടെ ഉണ്ടാകുന്ന ഫിക്സഡ് ആയിട്ടുള്ള വരുമാനം കൂടാതെ നമ്മുടെ മൂലധനമായ $10,000 നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ $10,000 നമ്മൾ വീണ്ടും ഇന്ത്യൻ രൂപയിലോട്ട് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിന് ഇന്നത്തെ വില പ്രകാരം 71 രൂപയുണ്ട്. അതായത് നമുക്ക് 7,10,000 രൂപ നമുക്കിപ്പോൾ കിട്ടും ആ $10,000 ഇക്വലൻ്റ് ആയിട്ട്. ആ 7,10,000 മൈനസ് നമ്മൾ പണ്ടത്തെ ഇന്ത്യൻ രൂപയിൽ നമ്മൾ കൺവേർട്ട് ചെയ്തപ്പോൾ 6 ലക്ഷം രൂപയാണ് നമ്മൾ മുടക്കിയത്. അത് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 1,10,000 രൂപയുണ്ട്. ഈ 1,10,000 രൂപ നമ്മുടെ ലാഭമാണ്. കറൻസി ട്രേഡിംഗ് വഴി നമുക്ക് കിട്ടുന്ന ലാഭമാണ്. ഇത് നമ്മുടെ ഒരു എക്സാമ്പിളാണ്. ഒരു ലോങ് ടൈം കറൻസി ട്രേഡിംഗ് ചെയ്യുന്ന, കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാൾക്ക് കിട്ടുന്ന ലാഭം. രണ്ടാമത്തെ നമ്മളേവർക്കും അറിയാം, നമ്മളിപ്പം UAE ജീവിക്കുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ ജീവിക്കുന്ന ഒരാളാണെങ്കിൽ ഇന്ത്യൻ രൂപ നമ്മുടെ ബേസ് കറൻസിയായ
ഈവൻ പ്രവാസികളുടെ ബേസ് കറൻസിയായ ചിലപ്പോൾ ദിർഹത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം വരുന്ന കറൻസിയായ ദിർഹത്തിലോ അല്ലെങ്കിൽ കുവൈറ്റ് ദിനാറിലോ ഒക്കെയുള്ള അല്ലെങ്കിൽ സൗദി റിയാലിലോ ഒക്കെയുള്ള എമൗണ്ട് നമ്മൾ ഇന്ത്യൻ രൂപയുടെ വില കൂടാൻ വേണ്ടി നാട്ടിലേക്ക് അയക്കണം, അല്ല NRI അക്കൗണ്ടിലോട്ട് അയക്കണമെങ്കിൽ നമ്മളത് കൂടാൻ വേണ്ടി നിൽക്കും. ചിലപ്പോൾ നമ്മൾ വലിയ എമൗണ്ട് ഇപ്പം നമുക്കൊരു 10 ലക്ഷം രൂപ അയക്കണം, 10 ലക്ഷത്തിന് ഇക്വലൻ്റ് ആയിട്ടുള്ള എമൗണ്ട് അയക്കണമെങ്കിൽ നമുക്കിപ്പം ഏകദേശം അത് 50,000 ദിറംസാണ് നമ്മൾ അയക്കേണ്ടതെങ്കിൽ ഇപ്പോൾ 20 രൂപ ആണെങ്കിൽ നമ്മളിത് 20 രൂപ 50 പൈസകളിലേക്ക് മാറാനുള്ള ചാൻസ് ഈ അടുത്ത കാലത്ത് എങ്ങാനും ഉണ്ടോ എന്ന് നമ്മൾ ചിലപ്പം ഫോറക്സ് എക്സ്പെർട്ടുകളോട് ചോദിക്കാം. അങ്ങനെ ഒരു സാധ്യത ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ഇപ്പം 20 എന്നുള്ള സംഭവം 21ലേക്ക് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏൺ ചെയ്ത എമൗണ്ട് NRI അക്കൗണ്ടിലോട്ട് മാറ്റി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത്, ലാഭം എന്ന് പറയുന്നത് വളരെ കൂടുതൽ ലാഭമാണ്. അതായത് നമ്മൾ 10 ലക്ഷം രൂപ വാങ്ങിയ സാധനത്തിന് പകരമായിട്ട് നമുക്ക് ഏകദേശം ഒരു 50,000 രൂപ നമുക്ക് അതിനകത്ത് ലാഭം കിട്ടുന്നൊരു ഒരു അവസ്ഥയുണ്ടാവും. ഇങ്ങനെയുള്ള ട്രേഡിങ് നമ്മളെപ്പോഴും നടത്താറുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഫോറക്സ് എക്സ്ചേഞ്ച് പോകുന്നു, അല്ലെങ്കിൽ ബാങ്കുകളെ അപ്രോച്ച് ചെയ്തിട്ട് ബാങ്കുകളിൽ കൂടെ ആയിരിക്കും നമ്മൾ ഇതുപോലെയുള്ള ട്രാൻസ്ഫറുകൾ നടത്തുക. ഇങ്ങനെയുള്ള ട്രാൻസ്ഫറുകൾക്കൊക്കെ ഇതൊരു ട്രഡീഷണൽ മെത്തേഡാണ്. പരമ്പരാഗതമായിട്ട് ആൾക്കാർ ഇങ്ങനെയുള്ള ഇതിനെക്കുറിച്ച് താല്പര്യമുള്ള ആൾക്കാർ, ഫോറക്സ് ട്രേഡിങ്ങിൽ കൂടെ പൈസ ഉണ്ടാക്കണമെന്ന് താല്പര്യമുള്ള ആൾക്കാർ പലപ്പോഴും ചെയ്തു വരുന്ന ഒരു പ്രക്രിയയാണിത്. എന്നാൽ വളരെ കുറഞ്ഞ അടുത്ത കാലത്തായി ഓൺലൈൻ ട്രേഡിങ്ങിലൊക്കെ വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള പല ട്രേഡേഴ്സും പല പല പാരാമീറ്ററുകൾ പഠിച്ചുകൊണ്ട് അവർ ഓൺലൈൻ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ വഴി ട്രേഡ് ചെയ്യാൻ തയ്യാറാകുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിതിനകത്ത് ട്രേഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഈ പറയുന്ന ഭീകരമായ മാർജിൻ്റെയോ അല്ലെങ്കിൽ ടോട്ടൽ ഫുൾ ക്യാപിറ്റലിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ നിശ്ചിത പെർസെൻറ്റേജ് കൊടുത്തിട്ടായിരിക്കും നമ്മളിത് വാങ്ങുക. അതായത് എനിക്ക് അടുത്ത ഒരു മാസത്തേക്ക് ഞാൻ വിചാരിക്കുകയാണ് ഇന്ത്യൻ രൂപയുടെ വില ഡിപ്രീഷിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതായത് 20 രൂപ നിൽക്കുന്ന സമയം 21ലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ എൻ്റെ അനാലിസിസ് വഴി പഠിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് കിട്ടുന്ന സ്ട്രോങ് ഇൻഫർമേഷൻ വഴി ഞാൻ ആ ഒരു ട്രേഡ് ചെയ്യാൻ വേണ്ടി റിസ്ക് എടുക്കുകയാണെങ്കിൽ, ഒരു ചെറിയൊരു 1%, 2% എമൗണ്ട് മാത്രം മാർജിൻ മണിയായി കൊടുത്തുകൊണ്ട് ഈ ഫോറക്സ് ട്രേഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളിൽ മാർജിൻ മണിയായിട്ട് കൊടുത്തുകൊണ്ട് എനിക്ക് ഈ പറയുന്ന ട്രേഡിങ് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഇത്തരത്തിലുള്ളൊരു ട്രേഡിംഗ് മെത്തേഡിനെയാണ് ഓൺലൈൻ ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുക. ഇപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞു, ഞാൻ ഈ പ്രതിപാദിച്ച ഈ മുമ്പിൽ പറഞ്ഞ ഈ 2 എക്സാമ്പിളുകളിലും നമുക്കൊരു ഫുൾ ക്യാപിറ്റൽ ആവശ്യമുണ്ട്. എന്നാൽ ഈ ഓൺലൈൻ ഫോറക്സ് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഫുൾ മാർജിൻ എമൗണ്ടിൻ്റെ തുക നമ്മുടെ കയ്യിൽ ആവശ്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഏതൊരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ചെറിയ മുതൽ മുടക്കിൽ ഒരു നല്ല ലാഭം കൊയ്യാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ റിസ്ക് എടുത്ത് ഒരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മുടെ സമയവും നമ്മുടെ കയ്യിലുള്ള ചെറിയ പൈസയും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഇതിന് ഈ മാർക്കറ്റിനെ അനലൈസ് ചെയ്ത് പഠിച്ച് ട്രേഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഉപാധിയാണ്. അതിന് കൂടുതൽ എക്സ്പീരിയൻസ് ആവശ്യമുണ്ട്, മാർക്കറ്റിനെ കുറിച്ചുള്ള സ്റ്റഡീസ് ആവശ്യമുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുണ്ട്. ഇപ്പം ഞാൻ ഈ ഓൺലൈൻ ഫോറക്സ് ട്രേഡിങ്ങിൽ പ്രധാനമായിട്ടും ഒരു 4 ഇതിൻ്റെ അഡ്വാൻറ്റേജസുകൾ ഞാനൊന്ന് പറയാം. ഒന്ന്, ഏതൊരു കറൻസി പെയർ എടുത്തോട്ടെ, നമുക്കറിയാം കറൻസി പെയർസ് നമ്മളിവിടെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ പലതരത്തിലുള്ള കറൻസി പെയർസ് ഉണ്ട്. യൂറോ വിത്ത് USD, ഓസ്ട്രേലിയൻ ഡോളർ വിത്ത് USD, GBP വിത്ത് USD, ന്യൂസിലൻഡ് ഡോളർ വിത്ത് USD. അതിന് പല റേറ്റ്സുകളും അതിൻ്റെ വ്യതിയാനങ്ങളും നമുക്കിവിടെ ഈ സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ ഏതൊരു കറൻസി പെയറിൻ്റെയും മികച്ച ട്രാൻസാക്ഷൻ റേറ്റ്സ് ഈ പറയുന്ന ഓൺലൈൻ ട്രേഡിംഗ് എക്സ്ചേഞ്ചുകളിൽ വഴി, ഓൺലൈൻ പ്ലാറ്റ്ഫോംസ് വഴി നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തെ ഏറ്റവും വലിയ ഒരു ഉദാഹരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്ത്
ഉള്ള മിക്കവാറും എല്ലാവിധ കറൻസികളിലും, പ്രധാനപ്പെട്ട എല്ലാ ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരുമാതിരിപ്പെട്ട എല്ലാ കറൻസികളിലും നമുക്ക് ഇതുപോലത്തെ ഓൺലൈൻ ട്രേഡിംഗ് വഴി, ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി ട്രേഡ് ചെയ്യാൻ സാധിക്കുമെന്നാണ്. മൂന്നാമത്തെ മേജർ അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ മുമ്പ് പറഞ്ഞതിൻ്റെ കേസ്, ഇതിൽ ട്രേഡ് ചെയ്യാൻ മൂലധനം എന്ന് പറയുന്ന ക്യാപിറ്റൽ എന്ന് പറയുന്നത് വളരെ തുച്ഛം ക്യാപിറ്റൽ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നാലാമത്തെ ഒരു പ്രയോജനം എന്താണെന്ന്, ഈ ട്രേഡിംഗ് ട്രാൻസാക്ഷൻ എപ്പം വേണമെങ്കിലും നടത്താൻ പറ്റും. അതായത് ഈ മാർക്കറ്റുകൾ ഏകദേശം 24 മണിക്കൂറും ഓപ്പണായി നിൽക്കുന്ന മാർക്കറ്റ്സുകളാണ്. അപ്പം നമുക്ക് ട്രാൻസാക്ഷൻസ് എപ്പം വേണമെങ്കിലും ഈ പറയുന്ന മാർക്കറ്റ് വഴി, ഫോറക്സ് മാർക്കറ്റ് വഴി നമുക്ക് ചെയ്യാൻ പറ്റുമെന്നതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഇതാണ് ഏകദേശം ഒരു 4 പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജുകൾ. ഈ ഓരോ കാര്യങ്ങളും നമുക്കൊന്ന് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ഒന്ന്, ഏറ്റവും മികച്ച വിനിമയ നിരക്ക്. ഞാൻ മുമ്പ് പറഞ്ഞ എക്സാമ്പിളുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു കറൻസി ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മളൊരു ബാങ്കിലോ അല്ലെങ്കിൽ നമ്മുടെ അടുത്തുള്ള ഒരു കറൻസി എക്സ്ചേഞ്ചിലോ പോയിട്ടായിരിക്കും നമ്മൾ ഈ സംഭവം ചെയ്യുക. ഇങ്ങനെ നമ്മളൊരു ബാങ്കിലോ അല്ലെങ്കിൽ ഒരു എക്സ്ചേഞ്ചിലോ പോയി കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന വിനിമയത്തിൻ്റെ നിരക്ക് ചിലപ്പം ആ ട്രാൻസാക്ഷൻ, ആ നടക്കുന്ന ട്രാൻസാക്ഷൻ്റെ വാല്യൂ ചിലപ്പോൾ നമുക്ക് കുറവായിട്ടായിരിക്കും കിട്ടുക. ഞാൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ കയ്യിൽ ഒരു $1000 ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്കത് ഇന്ത്യൻ രൂപയിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കറൻസി എക്സ്ചേഞ്ച് നമ്മൾ ചെല്ലുന്നു, ഇന്ത്യൻ രൂപ ഈവൻ $1000 കൊടുക്കുന്നു. അപ്പോൾ അവിടുത്തെ ബോർഡിൽ എഴുതി കാണിക്കുന്നു അതിനകത്ത് 71 രൂപയുണ്ട്. നമ്മൾ 71 രൂപ എന്ന് പറയുമ്പോൾ നമുക്ക് 71,000 രൂപ കിട്ടാനുള്ള ചാൻസ് അവിടെയുണ്ട്. നമ്മൾ 71,000 രൂപ നമുക്ക് കിട്ടുന്നു. അതിൽ നിന്ന് അവരുടെ തുച്ഛമായ ഒരു 25 ദിർഹംസോ അല്ലെങ്കിൽ 25 ദിർഹംസോ ഒക്കെ നമ്മുടെ അവർ ഈ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ട്രാൻസാക്ഷൻ ഫീസും എടുക്കുന്നു. ആ കിട്ടിയ എമൗണ്ട് 71,000 രൂപ നമ്മൾ അപ്പോൾ തന്നെ ആ കറൻസി എക്സ്ചേഞ്ചിൽ കൊടുത്തിട്ട് എനിക്ക് $US വേണമെന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ വീണ്ടും ആ 71,000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന $1000 നമുക്ക് ഒരിക്കലും കിട്ടില്ല. അപ്പോൾ അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ബയിങ് റേറ്റ് ഇതാണ്, സെല്ലിംഗ് റേറ്റ് ഇതാണ്. അപ്പോൾ അവർ പറയും ഞങ്ങളുടെ ബയിങ് റേറ്റ് എന്ന് പറയുന്നത് 69.8 സെല്ലിംഗ് റേറ്റാണ് നമുക്ക് ഈ പറയുന്ന 71 എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് 1,200 രൂപ നഷ്ടം അവിടെ തന്നെ സംഭവിക്കുകയാണ്. പക്ഷേ ഈ ഓൺലൈൻ ഫോറക്സ് മാർക്കറ്റിൽ വളരെയധികം ലിക്വിഡിറ്റി ഉള്ളത് കാരണം, കൂടുതൽ പാർട്ടിസിപ്പൻസ് ഉള്ളത് കാരണം നമുക്ക് ഫ്രാക്ഷൻസുകൾ മാത്രമായിരിക്കാം നമുക്ക് അതിനകത്തുണ്ടാകുന്ന ട്രാൻസാക്ഷൻ കോസ്റ്റ്. അവിടെ $71 ഇപ്പം നിലവിലുള്ളതെങ്കിൽ, 71 രൂപയാണ് $US അഗൈൻസ്റ്റ് ആയിട്ട് ഇന്ത്യൻ രൂപയുടെ ട്രാൻസാക്ഷൻ നിരക്കെങ്കിൽ, അവിടെ നമുക്ക് കിട്ടുക 71.01 ഓർ 70.98 എന്ന് പറയുന്ന ചെറിയ ഡിഫറൻസ് കാണുള്ളൂ. ആ ഡിഫറൻസുകൾക്ക് നമ്മൾ ഫോറക്സ് ട്രേഡിങ്ങിൽ ഫോറക്സ് ഭാഷയിൽ പറയുന്നത് പിപ്സ് എന്നാണ് പറയുക. എത്ര പിപ്പ് മൂവിങ് ആണ്, എത്ര പിപ്പ് ഡിഫറൻസ് ഉണ്ട് എന്നൊക്കെയാണ് നമ്മൾ അതിനെക്കുറിച്ച് പറയുക. ഇതാണ് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്ത ആദ്യത്തെ ഒരു അഡ്വാൻറ്റേജ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഇതെല്ലാവിധ കറൻസികളിലും നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഫോർ എക്സാമ്പിൾ, എൻ്റെ അനാലിസിസ് പ്രകാരം സ്വിസ് ഫ്രാങ്കിൻ്റെ വില $US അഗൈൻസ്റ്റ് ആയിട്ട് വളരെയധികം കൂടും. അതായത് സ്വിസ് ഫ്രാങ്ക് വളരെയധികം ഡിപ്രീഷിയേറ്റ് ചെയ്യും, $US അപ്രീഷിയേറ്റ് ചെയ്യും എന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അപ്പോൾ ഞാൻ കുറച്ച് സ്വിസ് ഫ്രാങ്ക്, ഇപ്പം എൻ്റെ കയ്യിലുള്ള 1000 സ്വിസ് ഫ്രാങ്ക് ഞാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിയുമ്പോൾ എനിക്ക് ഡോളറിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് കൂടുതൽ ലാഭം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ അവിടെ പോകുന്നു. ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന 1000 സ്വിസ് ഫ്രാങ്ക് ചിലപ്പം കൊടുത്തതിന് ശേഷം ഡോളർ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം ചില കറൻസി എക്സ്ചേഞ്ചിൽ സ്വിസ് ഫ്രാങ്ക് സ്വീകരിക്കണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ അവർക്ക് ആ വിനിമയ നിരക്കിൽ അവർ പറയണം, അയ്യോ നിങ്ങൾ സ്വിസ് ഫ്രാങ്ക് സ്വീകരിക്കുന്നില്ല, അപ്പോൾ നമുക്കിത് കൺവേർട്ട് ചെയ്യാനുള്ള ചാൻസുകളില്ല. പക്ഷേ അതേ രീതിയിൽ തന്നെ നമ്മുടെ ഈ ഓൺലൈൻ ഫോറക്സ് മാർക്കറ്റിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് മേജറായിട്ടുള്ള എല്ലാ കറൻസി പെയേഴ്സിലും അല്ലെങ്കിൽ ക്രോസ് കറൻസിയും, അതായത് മേജർ കറൻസി പെയേഴ്സിൻ്റെ ഇതിൻ്റെ കോഡ് കറൻസി എന്ന് പറയുന്നത് $US ആണ്. അല്ലാതെ വേറെ തരത്തിലുള്ള ക്രോസ് കറൻസീസ് ഉണ്ട്. $US അല്ലാത്ത കുറേ കറൻസികൾക്കാണ്, കറൻസി പെയേഴ്സാണ് നമ്മൾ ക്രോസ് കറൻസി എന്ന് പറയാം. അങ്ങനെ ക്രോസ് കറൻസികളിലും ട്രേഡ് ചെയ്യാനുള്ളൊരു സാഹചര്യം ഈ പറയുന്ന ഫോറക്സ് പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ലഭ്യമാണ്.
മൂന്നാമത്തേതായി ഞാൻ ചൂണ്ടിക്കാണിച്ചൊരു സാധനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇതിന് മാർജിൻ വളരെ കുറവാണ്. അതായത് നമ്മുടെ മൂലധനം വളരെ കുറവാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് നമ്മളൊരു പച്ചക്കറി വ്യാപാരിയാണെന്നിരിക്കട്ടെ. ഈ പച്ചക്കറി വ്യാപാരിയായ നമ്മുടെ വിശ്വാസ്യത, നമുക്ക് ആ സപ്ലയർ നമുക്ക് തരുന്ന വിശ്വാസ്യത കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ക്രെഡിബിലിറ്റി കൊണ്ടോ നമ്മുടെ വർഷങ്ങൾ കൊണ്ടുള്ള ബന്ധങ്ങൾ കൊണ്ടോ സപ്ലയർ ചിലപ്പോൾ നമ്മൾ ഒരു കൊടുക്കുന്ന എമൗണ്ടിനേക്കാളും കൂടുതൽ പ്രൊഡക്റ്റ് നമുക്ക് ചിലപ്പോൾ തരും. അതായത് നമ്മളൊരു 100,000 ദിറത്തിന് ഒരു സപ്ലയർ എന്നൊരു സംഭവം വാങ്ങും. ചിലപ്പോൾ നമ്മളുമായിട്ടൊരു വിശ്വസ്തയുടെ പുറത്ത് ചിലപ്പോൾ അവർ നമുക്കൊരു 6 മാസം, ഒരു 2 മാസത്തേക്ക് അല്ലെങ്കിൽ 1 മാസത്തേക്ക് അല്ലെങ്കിൽ അടുത്ത സ്റ്റോക്ക് നമ്മുടെ നിന്ന് പർച്ചേസ് ചെയ്യുന്നവിടം വരെ അവർ നമ്മൾ ചിലപ്പോൾ ഒരു ക്രെഡിറ്റ് ഫെസിലിറ്റി, അതിന് ഫെസിലിറ്റി എന്നാണ് പറയുക, കടമായിട്ട് നമുക്ക് തരും. ചിലപ്പോൾ ഒരു 100,000 പകരം ഒരു $500,000 ദിറത്തിനുള്ള സംഭവം നമുക്ക് തരാം. അതായത് അത്രയും പ്രോഡക്റ്റ് നമ്മൾ വഴി വിറ്റ് പോയി കഴിഞ്ഞാൽ ആ സപ്ലയർക്ക് കൂടുതൽ ലാഭമാണ്. എന്നാൽ ഞാനെന്നൊരു പച്ചക്കറി കച്ചവടക്കാരൻ, ഹോൾസെയിൽ പച്ചക്കറി കടക്കാരെ നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ്, നമുക്ക് റീറ്റെയിലേഴ്സ് ഉണ്ട്, നമുക്ക് വിൽക്കാൻ പറ്റുന്ന പ്രൊഡക്റ്റാണോ, നമ്മൾ സപ്ലൈസിൻ്റെ നിന്ന് ക്രെഡിറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് വിറ്റ് പോകുമോ, അങ്ങനെയുള്ള കുറേ കാൽക്കുലേഷൻ പ്രകാരം ഞാൻ സപ്ലൈസിൽ നിന്ന് ക്രെഡിറ്റ് എടുക്കുന്നു. ചിലപ്പോൾ ഞാൻ എടുക്കുന്ന ക്രെഡിറ്റ് ഈ പറയുന്ന 5 ടൈംസ് കാണില്ല. ചിലപ്പോൾ ഞാൻ എടുക്കുന്ന ക്രെഡിറ്റ് ചിലപ്പോൾ 2 ടൈംസ് ആയിരിക്കും. എൻ്റെ കയ്യിലുള്ള 100,000 ദിറത്തിന് പകരം ഞാൻ 200,000 ദിറംസിനായിരിക്കാം നമ്മൾ 200,000 ദിറംസിൻ്റെ ഇതേ പ്രോഡക്റ്റ് നമ്മൾ വാങ്ങുന്നുള്ളതായിരിക്കാം. ഇങ്ങനെ ഇത്തരത്തിലുള്ള വാങ്ങലുകൾ നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ എക്സ്പീരിയൻസ് കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് സ്റ്റഡീസ് കൊണ്ടൊക്കെയാണ് നമ്മൾ ഇങ്ങനത്തെയുള്ള കച്ചവടത്തിൽ നമ്മൾ ഏർപ്പെടുക. ഇതേ രീതിയിലുള്ള ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തിട്ടാണ് നമുക്ക് ഈ പറയുന്ന 500 ഒരു $500,000 ക്രെഡിറ്റ് ഫെസിലിറ്റി നമ്മൾ യൂസ് ചെയ്തുകൊണ്ട് കൂടുതൽ കച്ചവടം ചെയ്യാം. കൂടുതൽ കച്ചവടം ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ലാഭ സാധ്യതകൾ അതിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്ത് നഷ്ട സാധ്യതകളുമുണ്ട്. അതായത് ഞാനൊരു സപ്ലയർ ചെയ്യുന്ന ഒരു 100,000 ഈവൻ $500,000 സംഭവം, $500,000 ക്രെഡിറ്റ് സഹിതം $500,000 എമൗണ്ടിൻ്റെ ഒരു കുറേ പ്രൊഡക്റ്റുകൾ വാങ്ങി ഞാനത് വിൽക്കാൻ ശ്രമിച്ചു. വിൽപ്പന നടന്നില്ല. ഞാൻ ഉദ്ദേശിച്ച വിലയ്ക്ക് ഇത് സംഭവം പോയില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് ഞാൻ ഉദ്ദേശിച്ച വിലയേക്കാൾ 20% മുകളിൽ കൊടുത്തു. ചിലപ്പോൾ എന്ത് സംഭവിച്ചു, ചിലത് ഞാൻ കോസ്റ്റ് കൊടുത്തു, ചിലത് ചിലപ്പോൾ എനിക്ക് നഷ്ടത്തിൽ കൊടുക്കേണ്ടി വരും. സപ്ലയറുമായിട്ടുള്ള ക്രെഡിബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനും എൻ്റെ ബിസിനസ്സിൻ്റെ ടേൺ ഓവർ നടക്കാൻ വേണ്ടിയിട്ട് ഞാനത് ചിലപ്പോൾ എൻ്റെ ചെറിയ പ്രൊഡക്റ്റുകൾ എൻ്റെ ലാഭത്തിൽ നിന്ന് അല്ലെങ്കിൽ നഷ്ടത്തിൽ ഞാൻ കൊടുക്കേണ്ടി വരും. അങ്ങനെ ഞാൻ ചെയ്ത് കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് ആ ബിസിനസ്സിൽ നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മളൊരു ഫോറക്സ് ട്രേഡിങ്ങും ചെയ്യേണ്ടത്. നമ്മൾ പ്രൊഡക്റ്റ് ചൂസ് ചെയ്യുമ്പോൾ ഒരു കറൻസി പെയറിലോ അല്ലെങ്കിൽ ഒരു കമ്മോഡിറ്റിയിലോ ട്രേഡ് ചെയ്യുമ്പോൾ ആ കമ്മോഡിറ്റിയിൽ ഉണ്ടാകാനുള്ള സാധ്യതകൾ, മൂവ്മെൻറ്റ് സാധ്യതകൾ, മുന്നോട്ട് പോകാനുള്ള സാധ്യതയാണുള്ളത്, അത് വീണ്ടും മാർക്കറ്റ് പൊട്ടാനുള്ള സാധ്യതകളാണുള്ളത്. അങ്ങനെയുള്ള സാധ്യതാ പഠനങ്ങൾ നമ്മളെപ്പോഴും കണക്കാക്കണം. അതിനുവേണ്ടി ഞാൻ എത്രമാത്രം ആ ഒരു എക്സിക്യൂട്ട് ചെയ്യുന്ന ട്രേഡിൽ എനിക്ക് എത്രമാത്രം ലോസ് സഹിക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്, ഏത് ലെവലിൽ താഴെ വരുമ്പോൾ ഞാനത് ഒഴിവാകും. കാരണം ഞാനത് മാർജിനിലാണ് വാങ്ങുക. എൻ്റെ ചെറിയ മൂലധനത്തിൽ ഞാനൊരു വലിയ ട്രാൻസാക്ഷൻ ചെയ്യുകയാണ്. അപ്പോൾ അതിനുള്ളിൽ ലാഭമുണ്ട്, എന്നാൽ അതുപോലെ തന്നെ നഷ്ടവുമുണ്ട്. എന്നാൽ ഞാനൊരു അത്യാവശ്യം മാർക്കറ്റിൽ ഒരു എക്സ്പേർട്ടായിട്ടുള്ളൊരു ഫോറക്സ് ട്രേഡർ ആണെങ്കിൽ എനിക്ക് ചില പ്രോഡക്റ്റുകളിൽ എനിക്ക് നല്ല ലാഭം കിട്ടും. എനിക്ക് ചില പ്രോഡക്റ്റുകളിൽ ഞാൻ ചിലപ്പം കോസ്റ്റ് ഒഴിവാക്കേണ്ടി വരും. ചില പ്രോഡക്റ്റുകൾ എനിക്ക് നഷ്ടങ്ങളുണ്ട്. എന്നാൽ അത് മുഴുവൻ നഷ്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഉണ്ടാകുന്ന ചെറിയ നഷ്ടങ്ങൾ ഞാൻ സഹിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ എൻ്റെ ഫോറക്സ് ട്രേഡിങ് എപ്പോഴും കൊള്ളാവുന്നൊരു പ്രോഫിറ്റിൽ കൊണ്ടുപോകാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഇതാണ് നമ്മൾ പറഞ്ഞ മൂന്നാമത്തെ ഒരു അഡ്വാൻറ്റേജ്. ഇനിയും നാലാമതായി നമ്മൾ പറഞ്ഞ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇത് 24 hours നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും എന്നതാണ്. അതായത് നമ്മളിങ്ങനെ അതിന് മുമ്പായിട്ട് ഞാൻ പലതരത്തിലുള്ള അനാലിസിസിനെ കുറിച്ച് പറഞ്ഞു. എൻ്റെ നഷ്ടസാധ്യതകളും ലാഭസാധ്യതകളും എങ്ങനെയാണെന്ന് ഒരു ഫോറക്സ് ട്രേഡ് എങ്ങനെ കണ്ടെത്തും, അതിനുവേണ്ടി പല
രണ്ട് തരത്തിലുള്ള മെത്തേഡ്സുകളാണ് ഒരു ഫോറക്സ് എക്സ്പേർട്സ് യൂസ് ചെയ്യുക. ഒന്ന് എന്ന് പറയുന്ന ഫണ്ടമെൻ്റൽ അനാലിസിസ്, രണ്ട് എന്ന് പറയുന്ന ടെക്നിക്കൽ അനാലിസിസ്. ഈ ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്താണ്? അതായത് ഇന്ത്യൻ രൂപയുടെ കേസ് തന്നെ എടുക്കാം. ഇന്ത്യൻ രൂപയിൽ സാധാരണ RBI ഈവൻ ഇന്ത്യൻ മാർക്കറ്റ് ടൈമിങ്ങിൽ രാവിലെ ഒരു 9:30 മുതൽ ഉച്ചയ്ക്ക് വൈകുന്നേരം 5 മണി വരെയുള്ള മാർക്കറ്റ് ടൈമിങ്ങിലാണ് പ്രധാനമായും ഇന്ത്യയിലെ ബാങ്കുകളുടെ RBIയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും എക്കണോമിക് പാരാമീറ്റേഴ്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട RBI ഗവർണറിൻ്റെയോ അല്ലെങ്കിൽ ഫൈനാൻസ് മിനിസ്റ്ററുടെയോ ഒക്കെ ലൈവ് ടോക്കുകളൊക്കെ ഉണ്ടാകുക, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് അവലോകനം പറയുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റേറ്റിംഗ് ഏജൻസി, നമ്മളറിയാം ഇപ്പം മൂഡീസിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യ വളരാനുള്ള സാധ്യതയുണ്ട്, ഇന്ത്യ അടുത്ത 1 വർഷം അടുത്ത 2 വർഷം ഇത്ര % വളരാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയുടെ പണപ്പെരുപ്പ തോത് നമ്മൾ നിയന്ത്രിച്ച് നിർത്താൻ പോകുന്നു, ഇപ്പോഴത്തെ പണപ്പെരുപ്പ തോത് എന്ന് പറയുന്നത് 5% ഉള്ളൂ, അത് വീണ്ടും കുറയാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ന്യൂസുകൾ വന്നു കഴിഞ്ഞാൽ ഈ കറൻസി പെയറുകളിൽ, ഈ ഫോറക്സ് ട്രേഡിങ്ങിൽ അത് വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നൊരു ഘടകമാണ്. അതുപോലെ തന്നെ $ഡോളർ, US എന്തെങ്കിലുമൊക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക, കൂട്ടുക, US-ന്റെ ഇതായ ഫെഡിൽ എന്തെങ്കിലും ഡിസിഷൻസോ, ഫെഡിൻ്റെ അല്ലെങ്കിൽ US-ന്റെ ഫെഡ് ചെയർമാൻ്റെ എന്തെങ്കിലുമൊക്കെ കമൻസുകൾ ഉണ്ടാകുന്ന ഒരു ടൈമിൽ ഈ കറൻസി പെയർസിൽ വളരെയധികം വൻ മൂവ്മെൻറ്റ്സുകൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ഇമ്പോർട്ട് ഡേറ്റ്സാ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡേറ്റ ഒക്കെ പുറത്തു വരുന്ന സമയങ്ങളിലും അങ്ങനെ ഉണ്ടാകുന്ന പ്രസ് റിലീസിങ് സമയങ്ങളിലും ഒക്കെയാണ് പെട്ടെന്ന് ഇതിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പം ആ സമയത്ത് നമ്മൾ വളരെയധികം അലേർട്ടായിട്ടിരിക്കണം. അങ്ങനെയുള്ള ഡേറ്റ വരുന്ന സമയത്തിന് നമ്മൾ വളരെയധികം അലേർട്ടായിട്ടിരിക്കണം. കാരണം അന്നേരം ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യതിയാനത്തിനേക്കാളും കൂടുതലായിരിക്കാം. അപ്പം ആ ന്യൂസുകൾ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ആ ഡയറക്ഷനിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റണം. അതിന് സാധാരണമായിട്ട് നമ്മൾ പറയുന്ന ട്രെൻഡ് എന്നാണ്. പോസിറ്റീവ് ട്രെൻഡും ഉണ്ടാകാം, നെഗറ്റീവ് ട്രെൻഡും ഉണ്ടാകാം. ആ പോസിറ്റീവ് മാർക്കറ്റ് മുകളിലോട്ട് പോകുമെന്നൊരു സെനാരിയോ ആണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ട്രെൻഡാണെന്ന് പറയും. മാർക്കറ്റ് താഴോട്ട് പോകാനുള്ളൊരു സെനാരിയോ ആണ് നമുക്ക് മനസ്സിലാകുന്നതെങ്കിൽ അതിന് നെഗറ്റീവ് ട്രെൻഡ് എന്നാണ് പറയുക. പോസിറ്റീവ് ട്രെൻഡാണെങ്കിൽ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റും ഏതൊരു കറൻസി പെയറും അത് വാങ്ങി വിൽക്കുകയാണെങ്കിൽ നമുക്ക് ലാഭം കിട്ടും. അതുപോലെ നെഗറ്റീവ് ട്രെൻഡ് വരുന്ന സമയത്ത് നമ്മൾ വിറ്റിട്ട് വാങ്ങിയ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടും. ഇതാണ് ഫണ്ടമെൻ്റൽ അനാലിസിസ് എന്ന് പറയുന്നത്. ഇതുപോലെ പല കറൻസി പെയേഴ്സിനകത്ത് ഫണ്ടമെൻ്റൽ അനാലിസിസ് ബാധകമാണ്. ഇപ്പം യൂറോപ്യൻ ECB എന്ന് പറയുന്ന യൂറോപ്യൻ ബാങ്ക്സും ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും ഫെഡിൻ്റെ ഡിസിഷൻസും ഒക്കെ യൂറോ വേഴ്സസ് USD എന്ന് പറയുന്ന കറൻസിയെ വൻ രീതിയിൽ അഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഓരോ കൺട്രികളുടെയും, ഇപ്പം അമേരിക്കയുടെയൊക്കെ ആണെങ്കിൽ ഹൗസിംഗ് ഡേറ്റാസ്, അല്ലെങ്കിൽ എംപ്ലോയ്മെൻറ്റ് ഡേറ്റാസ്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള റേറ്റിംഗ് ഏജൻസികളുടെ റേറ്റിങ്സുകൾ, ഇതൊക്കെ ഈ കറൻസി പെയറിനെ വൻ രീതിയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കുന്ന തരത്തിലുള്ള ഡേറ്റയാണ്. ഇതിന് എക്കണോമിക് ഡേറ്റാസ് എന്ന് പറയും. അതൊരു കലണ്ടർ രൂപത്തിൽ ഇപ്പം ലഭ്യമാണ്. ഓരോ ടൈമിങ്ങും നമുക്ക് അറിയാൻ പറ്റും. ഓരോ രാജ്യത്തെയും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ വരുന്ന സമയം എപ്പോഴാണ്, ആ ടൈമും നമുക്ക് എക്കണോമിക് കലണ്ടറിൽ നമുക്ക് കാണാൻ പറ്റും. ഗൂഗിളിൽ ഏതെങ്കിലും ഒരു എക്കണോമിക് കലണ്ടർ ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ദിവസവും അവരുടെ ടൈം സോണിൽ നമുക്ക് ആ ഡിസിഷൻസും കാര്യങ്ങളും ഒക്കെ എന്തായിരിക്കാം അതിൻ്റെ സംഭവങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. രണ്ട് എന്ന് പറയുന്ന ഒരു ടെക്നിക്കൽ അനാലിസിസ്. ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രധാനമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ആണ്. അതായത് നമ്മൾ ഡേറ്റ സ്റ്റഡീസാണ്. അതായത് പലതരത്തിലുള്ള ടെക്നിക്കൽ പാരാമീറ്റേഴ്സ് ഉണ്ട്. ഏകദേശം ഒരു 300-400ഓളം പാരാമീറ്റേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൽ ഞാൻ 1-2 ചെറിയ പാരാമീറ്റേഴ്സിനെ ഞാൻ പറയാം. ഇപ്പം നമ്മളൊക്കെ ചിലപ്പോൾ സ്റ്റാറ്റിക്സിലൊക്കെ പഠിച്ചിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. മൂവിങ് ആവറേജസ് എന്താണ്, റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഇപ്പം മൂവിങ് ആവറേജസ്,
കഴിഞ്ഞ 3 ദിവസത്തെ ഒരു കറൻസി പെയറിൻ്റെ ആവറേജ് പ്രൈസിനെക്കാട്ടിലും മുകളിലാണ് പ്രൈസ് എന്ന് പറയുന്നത്. കഴിഞ്ഞ 21 ദിവസത്തെ മൂവിങ് ആവറേജിന് മുകളിലത്തെ പ്രൈസിങ് ആണെങ്കിൽ മാർക്കറ്റ് മുന്നോട്ട് പോകാനുള്ള സാധ്യത ഉണ്ടാകാം എന്നൊരു സ്റ്റഡീസ് ഞാൻ കണ്ടെത്തി. അത് ഞാൻ കണ്ടെത്തുന്ന പല ഫാക്ടർ കൊണ്ടായിരിക്കും. ഞാൻ ഈ ഒരു പാറ്റേൺ കഴിഞ്ഞ ഒരു വർഷം എത്ര തവണ പിന്തുടർന്നു, അതിലെനിക്കൊരു 80% സക്സസ് ഉണ്ട്. അതിൻ്റെ പാസ്റ്റ് സ്റ്റഡീസ് നോക്കുമ്പോൾ 80% സമയങ്ങളിലും ഇങ്ങനെ ഒരു സാധ്യതയിൽ മാർക്കറ്റ് വളരെ പെട്ടെന്ന് കയറി അതിന് മൂവിങ് ആവറേജസ് ബ്രേക്കപ്പ് ചെയ്തു. അങ്ങനെ ഉണ്ടാകുന്ന സമയങ്ങളിൽ ആ ഒരു മാർക്കറ്റ് കണ്ടീഷൻ നമ്മൾ നോക്കിയിട്ട് ആ ഒരു സെനാരിയോ വരുമ്പോൾ മാർക്കറ്റ് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങി അല്ലെങ്കിൽ ഒരു കറൻസി പെയറിൽ വാങ്ങി വിൽക്കാനുള്ള സാധ്യതയൊക്കെയാണ് ഈ പറയുന്ന ടെക്നിക്കൽ ട്രേഡിംഗ് എന്ന് പറയുക. അതിന് പല തരത്തിലുള്ള ഓസിലേറ്റേഴ്സ്, സ്റ്റൊക്കാസ്റ്റിക് ഓസിലേറ്റേഴ്സ്, അല്ലെങ്കിൽ ഈവൻ അതുപോലെ തന്നെ ഫിബൊനാച്ചി സീരീസ്, അങ്ങനെയുള്ള പല സ്റ്റാറ്റിക്കൽ മെത്തേഡ്സുകളും നമുക്കുണ്ട്. അതൊരു എക്സ്പേർട്ട് ട്രേഡറോ അല്ലെങ്കിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരു വ്യക്തി അവരുടെ പഠനത്തിൽ കൂടെ ആർജിക്കുന്ന സംഭവമാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഇതിന് ഒരു ഫോറക്സ് ട്രേഡിങ്ങിന് വേണ്ടി ചിലപ്പം ഫോറക്സ് ട്രേഡിങ്ങിൽ ഒരു എക്സ്പേർട്ട് ട്രേഡർ ആകണമെങ്കിൽ ചിലപ്പം മാസങ്ങളുടെ അല്ലെങ്കിൽ വർഷങ്ങളുടെ നിതാന്ത പരിശ്രമം ചിലപ്പോൾ ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഫോറക്സ് സിഗ്നൽസ് അക്യൂറേറ്റ് അല്ലെങ്കിലും വളരെ അക്യൂറേറ്റ് അല്ലെങ്കിലും അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ ഫോറക്സ് സിഗ്നൽസ് തരുന്ന ഏതെങ്കിലും ഒരു പ്രൊവൈഡർ തരുന്ന ഡേറ്റ അനുസരിച്ച് അതേപടി നമ്മൾ റിസ്ക് എടുത്ത് ട്രേഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിനുള്ളൊരു സാധ്യതകളുണ്ട്. എപ്പോഴും ഇതിൻ്റെ റിസ്ക് മാനേജ്മെൻ്റ് ആണ് ഇതിൻ്റെ ഫോറക്സ് ട്രേഡിങ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ വളരെ ചെറിയ മാർജിനിൽ വലിയൊരു ട്രാൻസാക്ഷൻ വോളിയം നമ്മൾ ചെയ്യുകയാണുണ്ടാകുക. നമുക്ക് ലാഭത്തെ പോലെ തന്നെ നഷ്ടമുണ്ടാകാനുള്ള സാധ്യതകളുമുണ്ട്. നഷ്ടം ലഘൂകരിക്കാൻ പറ്റുന്ന ഏതൊരു ട്രേഡറെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഫോറക്സ് ട്രേഡിങ് മികച്ച നേട്ടം തരുന്ന ഒരു ബിസിനസ് ആണെന്ന് എനിക്ക് സംശയമൊന്നുമില്ലാതെ പറയാൻ സാധിക്കും. ഇനിയും ഒരു ഫോറക്സ് ട്രേഡിങ് സംബന്ധിച്ചിടത്തോളം പ്രധാനമായും ഒരു ഫോറക്സ് പ്ലാറ്റ്ഫോമിൽ 4 ടൈമിങ്ങിലാണ് ഏറ്റവും കൂടുതൽ വോളറ്റാലിറ്റി നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന്, നമ്മുടെ മാർക്കറ്റൊക്കെ ഓപ്പൺ ആകും തുടക്കം ഒരു ഡേ ഓപ്പൺ ആകുന്ന സമയം എന്ന് പറയുന്നത് സിഡ്നി ടൈമാണ്. ഓസ്ട്രേലിയ അല്ലെങ്കിൽ ന്യൂസിലാൻഡിലാണ് ഏറ്റവും ആദ്യമായിട്ട് അവരുടെ മാർക്കറ്റാണ് ആദ്യമായിട്ട് ഓപ്പൺ ആകുക. ഇപ്പം ഓസ്ട്രേലിയയിൽ മാർക്കറ്റ് ഓപ്പൺ ആകുന്ന ടൈമിൽ ഓസ്ട്രേലിയൻ ഡോളർ വിത്ത് USD എന്ന് പറയുന്ന കറൻസി പെയർസിലോ അല്ലെങ്കിൽ ന്യൂസിലാൻഡ് ഡോളർ വിത്ത് USD എന്ന് പറയുന്ന കറൻസി പെയറിലായിരിക്കും ഏറ്റവും കൂടുതൽ വോളറ്റാലിറ്റിയും ഏറ്റവും കൂടുതൽ മൂവ്മെൻറ്റും പാർട്ടിസിപ്പൻസും കാണാൻ പറ്റുക. രണ്ടാമത്തെ ടൈം എന്ന് പറയുന്നത് ജപ്പാൻ ടൈമാണ്. ആ ടൈമിലാണ് അതെന്ന് പറയുന്നത് USD JPY എന്ന് പറയുന്ന US ഡോളർ വേഴ്സസ് JPY എന്ന് പറയുന്ന കറൻസി പെയറിൽ ഏറ്റവും കൂടുതൽ വോളിയം നടക്കുക, ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും. മൂന്നാമത് ഞാൻ പറയുന്നത് ഒരു ലണ്ടൻ ടൈമാണ്. ലണ്ടൻ ടൈമിൽ നമ്മൾ UK ടൈമിൽ ബേസിക്കലി UK ടൈമിൽ GBP വിത്ത് USD അല്ലെങ്കിൽ GBP വിത്ത് യൂറോ അങ്ങനെയുള്ള കറൻസി പെയർസുകൾ വലിയ തരത്തിലുള്ള മൂവ്മെൻറ്റ്സ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് US ഡോളർ, ഏറ്റവും വലിയ കറൻസിയായ US ഡോളറിലാണ് ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻ നടത്തുക. ആ ടൈമിൽ വളരെയധികം മൂവ്മെൻറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഏതൊക്കെ കമോഡിറ്റീസ്, ഏതൊക്കെ ഫോറക്സ് പെയേഴ്സാണ് ഈ മാർക്കറ്റിൽ ഉണ്ടാകുന്നുള്ളതിനെ കുറിച്ച് ചെറിയൊരു എക്സ്പ്ലനേഷൻ ചെയ്തു തരാം. ഈ ഒരു സ്ക്രീൻ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയൻ ഡോളർ വിത്ത് USD, യൂറോ വിത്ത് USD, GBP വിത്ത് USD, ന്യൂസിലാൻഡ് ഡോളർ വിത്ത് USD, സ്വിസ് ഫ്രാങ്ക് വിത്ത് USD, JPY, ഇങ്ങനെ USD വിത്ത് കനേഡിയൻ ഡോളർ, ഓസ്ട്രേലിയൻ ഡോളർ വിത്ത് കനേഡിയൻ ഡോളർ, ഇങ്ങനെയുള്ള കുറേ ഫോറക്സ് പെയേഴ്സ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വരാം. എന്താണ് ഈ കാണിക്കുന്നത്, എന്താണ് ഈ റേറ്റ് കാണിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ ലൈവ് മാർക്കറ്റ് ടെർമിനലിൽ പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇങ്ങനെയുള്ള ഫോറക്സ് പെയേഴ്സിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ വോളിയം നടക്കുക യൂറോ വേഴ്സസ് USD ആണ്. അത് ഏകദേശം 24% വോളിയം നടക്കുന്നത് യൂറോ വേഴ്സസ് USD-യിലാണ്. അതുപോലെ തന്നെ USD വേഴ്സസ് JPY-യിൽ 13%, GBP വേഴ്സസ് USD-യിൽ 9.6%, ഓസ്ട്രേലിയൻ ഡോളർ വിത്ത് USD-യിൽ 5.4%, USD വിത്ത് CAD-യിൽ 4.4%, USD വിത്ത് സ്വിസ് ഫ്രാങ്കിൽ 3.5%,
യൂറോ വിത്ത് GBP 2%-ഉമാണ് വോളിയം നടക്കുന്നത്. അതുപോലെ തന്നെ പല എല്ലാ ഫോറക്സ് പ്ലാറ്റ്ഫോമുകളിലും നമുക്ക് ഈ ഫോറക്സ് പെയേഴ്സ് കൂടാതെ പല കാര്യങ്ങൾ അവൈലബിൾ ആയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് ഇവിടെ ഒരു പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും കാണാൻ പറ്റും. ഫോറക്സ് മേജേഴ്സ് ഇവിടെയുണ്ട്. ഇൻഡിസസിനകത്ത് ട്രേഡിംഗ് നടക്കും. അതായത് S&P ഇൻഡെക്സ് പോലത്തെ സ്റ്റോക്ക് മാർക്കറ്റ്സിലെ നിയന്ത്രിക്കുന്ന ഇൻഡെക്സുകളുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സാണ് S&P 500. S&P ഇൻഡെക്സുകൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പല ഷെയർസുകളും നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. US-ലും UK സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൊക്കെ ലിസ്റ്റ് ചെയ്തേക്കുന്ന, ഇപ്പോൾ സപ്പോസ് ആമസോൺ, ഗൂഗിൾ, ഫേസ്ബുക്ക്, അങ്ങനെ പല നമ്മൾ കേട്ടുപരിചയമുള്ള പല ട്രേഡുകളിലും ട്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഈ ഫോറക്സ് പ്ലാറ്റ്ഫോമുകളിൽ കൂടി നമുക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ നമുക്ക് കറൻസീസുകൾ ലഭ്യമാണ്. അതായത് എനർജീസ്, അതായത് നമുക്ക് ക്രൂഡ് ഓയിൽ ട്രേഡ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഗോൾഡ്, സിൽവർ തുടങ്ങിയ പ്രഷ്യസ് മെറ്റലുകളിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് ട്രേഡബിൾ ആയിട്ടുള്ളൊരു കാര്യങ്ങൾ. ഇതിന് ഓരോന്നിൻ്റെയും ട്രേഡ് ചെയ്യാനുള്ള ലോട്ട് സൈസും അതിന് വേണ്ട എമൗണ്ടും അതിന് വേണ്ട മാർജിൻ എമൗണ്ടുകളൊക്കെ വളരെയധികം വ്യത്യസ്തമാണ്. അത് ഏകദേശം ഓരോ കറൻസി പെയേഴ്സിൻ്റെയും അല്ലെങ്കിൽ ഓരോ ഗോൾഡിൻ്റെയും ഒക്കെ കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ടെർമിനൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. അതിന് മുമ്പായിട്ട് അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്താണ് ഫോറക്സ് ബ്രോക്കർ, എന്താണ് ഫോറക്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം? ഇപ്പം ലോകത്ത് എവിടെ നിന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന, ലോകമെമ്പാടും ബിസിനസ് നടത്തുന്ന പല കസ്റ്റമേഴ്സുള്ള പല ഫോറക്സ് ബ്രോക്കേഴ്സും ഉണ്ട്. അതിൽ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വളരെയധികം കുറേ കസ്റ്റമേഴ്സുള്ള വളരെ ജെന്യൂനിറ്റി ഉള്ളൊരു ഫോറക്സ് ബ്രോക്കറിലാണ് ടെർമിനലാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതിന് അക്യൂ ഇൻഡെക്സ് എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ മിഡിൽ ഈസ്റ്റിലെ കസ്റ്റമേഴ്സിനെയും അല്ലെങ്കിൽ ഏഷ്യ പസഫിക്കിലെ കസ്റ്റമേഴ്സിനെയും അവർ ഹാൻഡിൽ ചെയ്യുന്നത് ദുബായ് ബിസിനസ് വേയിലുള്ള അവരുടെ ഓഫീസ് വഴിയിട്ടാണ്. ഇവരും ഫോറക്സ് ട്രേഡിങ്ങിൽ അവരുടെ കസ്റ്റമേഴ്സിനെ ട്രേഡ് ചെയ്യിപ്പിക്കാനും ഈ ഫീഡ് കൊടുക്കാനും അവർ യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെയാണ് ഫോറക്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുക. ഫോറക്സ് ബ്രോക്കേഴ്സ് യൂസ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിനെയാണ് ഫോറക്സ് ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസ് എന്ന് പറയുക. ലോകത്തെ ഏറ്റവും പ്രചാരത്തിലിരിക്കുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് മെറ്റാട്രേഡർ എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോമാണ്. അതിന് MT4 ആയിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന. MT5 എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇപ്പോൾ എല്ലാ ബ്രോക്കേഴ്സും ഒട്ടുമിക്ക ബ്രോക്കേഴ്സും യൂസ് ചെയ്യുന്നത്. അതിന് ഈ പ്ലാറ്റ്ഫോം വഴിയാണ് അക്യൂ ഇൻഡെക്സ് പോലുള്ള ഫോറക്സ് ബ്രോക്കേഴ്സ് അവരുടെ ഫീഡുകൾ, അവരുടെ മാർക്കറ്റ് റേറ്റ്സുകൾ കസ്റ്റമറിലേക്ക് എത്തിക്കുക, ട്രേഡ് ചെയ്യുന്ന അവരുടെ ട്രേഡിംഗ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കുക. ഇവരുടെ പ്രത്യേകതകൾ ഞാൻ പറഞ്ഞുതരാം. ഈ പറയുന്ന ട്രേഡിംഗ് പ്ലാറ്റ്ഫോംസിന് വേണ്ടി ഇവർ യാതൊരു തരത്തിലുള്ള AMCO ചാർജസുകളോ ഈടാക്കുന്നില്ല. രണ്ടെന്ന് പറയുന്നത്, ഈ പറയുന്ന പ്ലാറ്റ്ഫോമിൽ വഴി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടെക്നിക്കൽ അനാലിസിസ്, ചാർട്ടിങ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇതിനകത്ത് ചാർട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ചാർട്ട് നമുക്ക് കാണാൻ പറ്റും. ചാർട്ട് ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. ഇതുണ്ടോ, ഇന്ന് നടക്കുന്ന എല്ലാവിധ ട്രാൻസാക്ഷൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറയുന്ന ചാർട്ടിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാൻ പറ്റും 1 മിനിറ്റ് ചാർട്ട് വേണോ, 5 മിനിറ്റ്സ് വേണോ, 15 മിനിറ്റ്സ് വേണോ, അങ്ങനെ പല ഓരോ ചാർട്ടിലും ഓരോ തരത്തിലുള്ള മൂവ്മെൻറ്റ്സുകൾ കാണാൻ വേണ്ടി നമ്മൾ ഇങ്ങനത്തെ ലൈവ് ചാർട്ട്സുകൾ യൂസ് ചെയ്യാനുള്ളൊരു ഫെസിലിറ്റി ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ ഇത് ഞാൻ മുമ്പ് പറഞ്ഞു, ടെക്നിക്കൽ അനാലിസിന് പല ടൂൾസുകളുണ്ട്. ആ ടൂൾസ് മേജർ ടൂൾസുകളൊക്കെ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഞാൻ മൂവിങ് ആവറേജും RSIയും ഇച്ചിമോക്കും എന്നൊക്കെ പറയുന്ന ടൂൾസുകളാണ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഏകദേശം 140ഓളം ടൂൾസുകൾ നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിൻ്റെ മേജറായിട്ട് ഇതിൻ്റെ സപ്പോർട്ട്, ഏത് സപ്പോർട്ടിൽ നിന്നാണ് കയറാൻ പോകുക. ടെക്നിക്കൽ അനാലിസിൽ എല്ലാ ആൾക്കാർ യൂസ് ചെയ്യുന്നത് മേജർ സപ്പോർട്ട് സോൺ എന്താണ്, മേജർ റെസിസ്റ്റീവ് സോൺസ് എന്താണ്, ഇതിൻ്റെ അക്യുമുലേഷൻ ഫേസുകൾ എവിടെയാണ്, ഡിസ്ട്രിബ്യൂഷൻ ഫേസ് എപ്പോഴാണ്. ഒരു ഇൻട്രാഡേ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തന്നെ ട്രേഡ് ചെയ്ത് ഇന്നത്തെ ദിവസം തന്നെ ആ ട്രേഡ് ഫുൾഫിൽ ചെയ്യുന്ന ആൾക്കാരെയാണ് ഇൻട്രാഡേ ട്രേഡേഴ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഇൻട്രാഡേ
ട്രേഡേഴ്സ്, എന്തൊക്കെയാണ് ഇതിൻ്റെ ഓപ്ഷൻസുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാകുക. ഇനിയും അടുത്തത് ഞാൻ പറഞ്ഞു, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു മൊബൈൽ പ്ലാറ്റ്ഫോമിലാണ്. ഇത് ആൻഡ്രോയിഡിലും iOS-ലും ഇത് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷൻ വേണമെങ്കിൽ കംഫർട്ടബിളായിട്ട് ട്രേഡ് ചെയ്യണം എന്നൊരാൾക്കാർക്കാണെങ്കിൽ ഇതിൻ്റെ ഡെസ്ക്ടോപ്പ് വേർഷൻസുകൾ അവൈലബിൾ ആണ്. പിന്നെ ഇതിനകത്ത് ലൈവ് അക്കൗണ്ട്സ്, നമുക്കിവിടെ അക്കൗണ്ട്സ് ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മൾ എപ്പോൾ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാലും ട്രേഡ് നമുക്ക് കാണാൻ പറ്റും. ഏതൊരു ട്രാൻസാക്ഷനും നമുക്ക് ഹിസ്റ്ററിയിൽ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിൻ്റെ ഓർഡേഴ്സ്, പൊസിഷൻസ്, ഡീൽസ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അതുപോലെ ഞാൻ എന്തെങ്കിലുമൊക്കെ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇന്നത്തെ ലെവലിൽ ട്രേഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്കറിയാൻ പറ്റും. അങ്ങനെയുള്ള എല്ലാവിധ കാര്യങ്ങളും ഈ പറയുന്ന പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇപ്പോൾ നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ പ്രൊഡക്ട്സുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഈ ഫോറക്സ് പേഴ്സ് ഏതൊക്കെയാണുള്ളത്, ഗോൾഡ്, സിൽവർ തുടങ്ങിയ പ്രഷ്യസ് മെറ്റൽസ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഇനിയും എക്സാമ്പിളായിട്ട് ഞാൻ ഇനി അടുത്ത ഇപ്പോൾ യൂറോ USD എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ യൂറോ വേഴ്സസ് USDയിൽ ഇപ്പോഴത്തെ ലൈവ് മാർക്കറ്റ് എന്ന് പറയുന്നത് 1.2194, അതിൻ്റെ സെല്ലിംഗ് റേറ്റ് എന്ന് പറയുന്നത് 1.21948. ഇതാണ് ഇതിൻ്റെ സെല്ലിംഗ് റേറ്റ്. അതായത് നമുക്ക് മനസ്സിലാക്കാം, ഒരു യൂറോ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 1.2194 USD നമുക്ക് കിട്ടും. ഇതാണ് ഇതിൽ നിന്ന് അർത്ഥമാക്കുക. പക്ഷെ നമുക്ക് ഒരിക്കലും ഒരു യൂറോ ആയിട്ട് ഇവിടുന്ന് മേടിക്കാൻ പറ്റില്ല. നമ്മൾ മേടിക്കുന്നതിന് അതിനൊരു ലോട്ട് സൈസ് ഉണ്ട്. ഇതിൻ്റെ മിനിമം ലോട്ട് സൈസ് 1 ആണെങ്കിൽ നമുക്ക് മിനിമം വാങ്ങേണ്ട എമൗണ്ട് കേട്ടോ, മിനിമം ട്രാൻസാക്ഷൻ എമൗണ്ട് എന്ന് പറയുന്നത് 100,000 യൂറോസാണ്. അതിനെക്കുറിച്ച് നമ്മൾ അറിയണമെങ്കിൽ ഇവിടെ ഒരു പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഇൻഫർമേഷനും നമുക്കറിയാൻ പറ്റും. ഇതിൻ്റെ കോൺട്രാക്ട് സൈസ് എന്ന് പറയുന്നത് 100,000 യൂറോസാണ്. ഇതിൻ്റെ മാർജിൻ കറൻസി എന്ന് പറയുന്നത് യൂറോയും പ്രോഫിറ്റ് കറൻസി എന്ന് പറയുന്നത് US ഡോളറുമാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും മിനിമം നമുക്ക് വാങ്ങാൻ പറ്റുന്നതിൻ്റെ 0.01% ആണ്. അതായത് $1000 നമുക്ക് 1000 യൂറോ കൊടുത്ത് നമുക്ക് ഡോളർ വാങ്ങാൻ പറ്റും. മാക്സിമം നമുക്ക് വാങ്ങാൻ പറ്റുന്ന 50 ലോട്ട്സ് ആണ്. അതായത് 50 × 100,000 5 മില്യൺ യൂറോസ് വരെ നമുക്ക് ഇതിനകത്ത് വാങ്ങാൻ പറ്റും. തുടങ്ങിയ കാര്യങ്ങളാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുക. അതായത് സപ്പോസ് ഞാൻ ഒരു $500 മുടക്കി ഞാൻ ഈ പറയുന്ന കറൻസി ട്രേഡിങ്ങിൽ ട്രേഡ് ചെയ്യുകയാണ്. എനിക്ക് $100,000 യൂറോസ് വാങ്ങണമെങ്കിൽ ഞാൻ ഒരു ഇൻട്രാഡേ ട്രേഡറാണ്. ഞാൻ വളരെ ക്വിക്കായി ട്രേഡ് ചെയ്യുന്ന ആളാണ്. എനിക്ക് ഒരു 1.2195 ഞാൻ വാങ്ങി. എൻ്റെ പ്രതീക്ഷ അനുസരിച്ച് 1.2220 എന്ന് വരാനുള്ള സാധ്യതകളുണ്ട്. ഓരോ ദിവസം ഏകദേശം ഒരു 1000 പിപ്സിൻ്റെ മൂവ്മെൻ്റ് ആണ് സാധാരണ ഈ മാർക്കറ്റിൽ നമുക്ക് കാണാം. ഈ യൂറോ വേഴ്സസ് USD എന്ന് പറയുന്ന പെയറിൽ നമുക്ക് വ്യതിചലനം നമുക്ക് കാണാൻ സാധിക്കാം. അതിനുവേണ്ടി എനിക്ക് എൻ്റെ പ്രതീക്ഷ ഇപ്പോൾ മാർക്കറ്റ് കയറുമെന്നാണെങ്കിൽ ഞാൻ ചെയ്യുന്നത് ന്യൂ ഓർഡർ എന്ന് പറയുന്നൊരു സെക്ഷനിൽ പോകുന്നു. ഞാനിത് ബൈ മാർക്കറ്റിൽ ബൈ ചെയ്തു. അത് എനിക്ക് 2 തരത്തിൽ ട്രേഡ് ചെയ്യാം. മാർക്കറ്റിൽ അന്നേരമുള്ള റേറ്റിൽ ചെയ്യാം. പലതും ഞാൻ വിചാരിക്കുകയാണ് എനിക്ക് ഇപ്പോഴത്തെ മാർക്കറ്റിൽ വേണ്ട, എനിക്ക് മാർക്കറ്റ് കുറച്ച് താഴെ വന്നിട്ട് ചെയ്യണമെങ്കിൽ എനിക്കിവിടെ ബൈ ലിമിറ്റ് ഉണ്ട്. ബൈ ലിമിറ്റിൽ എൻ്റെ റേറ്റ് എനിക്ക് ഇട്ടെടുക്കാൻ പറ്റും. എനിക്ക് 1.2190 വരുമ്പോൾ മാത്രം എനിക്ക് വാങ്ങിയാൽ മതി എന്നുള്ളൊരു കാൽക്കുലേഷനാണ് ഉള്ളതെങ്കിൽ എനിക്ക് 1.90 വരുമ്പോൾ വാങ്ങുക എന്നുള്ളൊരു എക്സിക്യൂഷൻ ഓപ്ഷൻസ് എനിക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. സോറി, ഇപ്പോൾ ഞാൻ ചെയ്ത ട്രേഡ് ഇതിനകത്ത് ട്രേഡിൽ പോവുകയാണെങ്കിൽ ആ ട്രേഡ് എക്സിക്യൂട്ട് ആയിട്ടില്ല ഇതുവരെ. അതിൽ ഓർഡേഴ്സും വന്നിട്ടില്ല. ഒന്നുകൂടെ ഞാൻ എക്സിക്യൂട്ട് ചെയ്യാം. അത് എൻ്റെ റേറ്റിനേക്കാളും മുകളിൽ പോയി.
ഓക്കെ, ഞാനിപ്പോൾ ഒരു 100,000 euro വാങ്ങിയ റേറ്റ് എന്ന് പറയുന്നത് 1.21976 ഇപ്പോൾ നിൽക്കുന്ന മാർക്കറ്റ് എന്ന് പറയുന്നത് 1.21962 ആണ്. എനിക്ക് ഏകദേശം $14 അതിനകത്തുനിന്ന് ഇപ്പം നിലവിൽ ലോസാണ്. എൻ്റെ പ്രതീക്ഷ അനുസരിച്ച് ഈ മാർക്കറ്റ് എനിക്കൊരു $100 ലാഭം വേണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ ഞാനത് വിചാരിക്കുന്നു, ഓക്കെ, ഇതത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൊസിഷൻ ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു റേറ്റ് കൊടുക്കുന്നു. എനിക്കതിനകത്ത് ഓർഡർ ഇട്ട് വെക്കാനുള്ള ഓപ്ഷൻസുകൾ എനിക്കിതിനകത്തുണ്ട്. അതായത് ഞാൻ ന്യൂ ഓർഡറിൽ പോകുന്നു. ന്യൂ ഓർഡറിൽ പോയതിനു ശേഷം എനിക്കിത് സെൽ ലിമിറ്റ് ഇടുന്നു. സെൽ ലിമിറ്റിൽ എനിക്ക് വേണ്ട പൊസിഷൻ ഞാൻ സെല്ലാണ് ചെയ്യേണ്ടത്. ഞാനിതിനകത്ത് സെല്ല് ചെയ്യാനുള്ള ഓപ്ഷൻസ് കൊടുക്കുന്നു. എനിക്ക് ഒരു ലോട്ടാണ് എനിക്ക് സെല്ല് ചെയ്യേണ്ടത്. ഞാനിവിടെ സെല്ലിങ് ഓർഡർ എനിക്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട്. അതിനകത്ത് ഇവിടെ ഞാൻ പ്രൈസ് ഇട്ട് കൊടുക്കുന്നു. എൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് ഞാൻ പറയുന്നു, എനിക്ക് റേറ്റ് എന്ന് പറയുന്നത് ഞാനൊരു സെല്ലറ്റ് മാർക്കറ്റ് പ്രൈസിൽ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഈ ഓർഡർ സെല്ലായി. എനിക്ക് ഞാൻ അടുത്തൊരു സെല്ലിങ് ഓർഡർ ഇട്ടു. എനിക്ക് ഒരു ലോട്ട് ബൈയും ഒരു ലോട്ട് സെല്ലും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ബൈ ഓർഡേഴ്സുകളും സെൽ ഓർഡേഴ്സുകളും ഇടാനുള്ള ഓപ്ഷൻസുകളാണ് ഇതിനകത്തുള്ളത്. ഇനിയും അടുത്ത ഒരു എക്സാമ്പിൾ ഞാൻ ഈ കാണിക്കാൻ പറ്റിയ ഗോൾഡ് എന്ന് പറയുന്നൊരു ഓപ്ഷനിലേക്കാണ്. ഇന്നത്തെ ഗോൾഡ് റേറ്റ് എന്ന് പറയുന്നത് 1892.36 ആണ് ഇപ്പം നിലവിലുള്ളത്. 1800 അതിൻ്റെ സെല്ലിംഗ് റേറ്റ് എന്ന് പറയുന്നത് 1892. ഇപ്പോൾ ഏത് സമയം വോളറ്റാലിറ്റി നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇതിൻ്റെ ചാർട്ട് ഞാൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് വന്നേക്കുന്ന ഒരു ചാർട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ആ ചാർട്ടിൻ്റെ പ്രകാരം നമുക്ക് ഇന്ന് രാവിലെ $89 ഉണ്ടായിരുന്നു. US മാർക്കറ്റ് ഓപ്പൺ ആകുമ്പോഴത്തേക്കും വലിയ രീതിയിലുള്ള മൂവ്മെൻറ്റ് നമുക്ക് ഈ പറയുന്ന ഗോൾഡിൽ കാണാൻ പറ്റും. ഈ പറയുന്ന 1892 എന്ന് പറയുന്ന ഒരു ഔൺസിൻ്റെ റേറ്റാണ്. ഇവിടെ ട്രേഡബിൾ ആയിട്ടുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ കൗണ്ടറിൽ പോയി ഗോൾഡ് എന്ന് പറയുന്ന സംഭവത്തിൽ പോയി നമ്മളിതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോൺട്രാക്ട് സൈസ് 100 കാണിക്കുന്നു. അതായത് 100 ഔൺസാണ് നമുക്ക് ഏറ്റവും മിനിമം ഇതിനകത്ത് വാങ്ങാൻ പറ്റുക. അതാണ് ലോട്ട് സൈസ്. അതിൻ്റെ 0.01% പ്രൊഡക്റ്റ് നമുക്കതിനകത്ത് ലോട്ടായി നമുക്ക് വാങ്ങാൻ പറ്റും. ഇതാണ് ഗോൾഡിൻ്റെ റേറ്റ്. ഇങ്ങനെയുള്ള പല പ്രൊഡക്റ്റുകളും ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രൊഡക്റ്റുകളിൽ ട്രേഡിംഗ് പോസിബിലിറ്റി ഉണ്ട്. പലതരത്തിലുള്ള അനാലിസിസ് മെത്തേഡ്സ് വഴി നമുക്ക് ട്രേഡ് റൈറ്റ് ടൈമിൽ എൻട്രി ചെയ്ത് എക്സിറ്റ് ചെയ്യാനുള്ള സാഹചര്യങ്ങളുണ്ട്. ഓരോ ദിവസവും നടക്കുന്ന ഫണ്ടമെൻ്റൽ ഡേറ്റകൾക്കനുസൃതമായിട്ട് മാർക്കറ്റ് വളരെയധികം ചിലപ്പോൾ മൂവ് ചെയ്യാറുണ്ട്. ഈ വ്യതിയാനങ്ങളാണ് പലതരത്തിലുള്ള ഇൻട്രാഡേ ഫോറക്സ് ട്രേഡേഴ്സുകൾ എപ്പോഴും ഇത് ചെയ്യുക. നമ്മൾ ചെയ്യുന്ന ഏതൊരു പ്രൊഡക്റ്റിനകത്തും നമ്മൾ എപ്പോഴും റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്യേണ്ടതാണ്. അതായത് ഒരു ഫോറക്സ് പേഴ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കമ്മോഡിറ്റിയിലോ നമ്മൾ എൻട്രി ചെയ്യുന്നതിന് മുമ്പ് മാക്സിമം റിസ്ക് എൻ്റെ എത്രയാണ് എന്ന് അറിഞ്ഞിരിക്കുക. ആ റിസ്കിൽ സ്റ്റോപ്പ് ലോസ് ഇടുക. അങ്ങനെയുള്ള കാര്യങ്ങളാണ് പല ഫോറക്സ് ട്രേഡേഴ്സും ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം നിൽക്കുന്ന യൂറോയുടെ റേറ്റ് 1.2196 ഇപ്പം നിൽക്കുന്നു. അതിൻ്റെ മേജർ സപ്പോർട്ട് ലെവൽ എന്ന് പറയുന്നത് 1.2160 ആണെന്നിരിക്കട്ടെ.
അപ്പോൾ നമ്മൾ 1.2160 വരെ വെയിറ്റ് ചെയ്യുന്നു. അന്ന് ആ പ്രൊഡക്റ്റ് 1.2160 വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം അതൊരു മേജർ സപ്പോർട്ട് സോണാണ്. ആ സപ്പോർട്ട് സോണിൽ നിന്ന് മാർക്കറ്റ് വീണ്ടും തിരിച്ചു കയറാനുള്ള സാധ്യതയുണ്ട്. ട്രെൻഡ് പോസിറ്റീവാണ്, പക്ഷേ ആ സപ്പോർട്ടിലേക്ക് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാർക്കറ്റ് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ റേറ്റുകളിൽ വരുമ്പോൾ വാങ്ങുക, റെസിസ്റ്റൻസ് ഏരിയകളിൽ വരുമ്പോഴത്തേക്കും ഒഴിവാക്കുക. അങ്ങനെയുള്ള ട്രേഡിംഗ് സ്ട്രാറ്റജീസുകളാണ് സക്സസ്ഫുൾ ആയിട്ടുള്ള ഫോറക്സ് ട്രേഡേഴ്സ് ചെയ്യുക. ഇനിയും അടുത്തതായിട്ട് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്ന ആരൊക്കെയാണ് ഈ പറയുന്ന ഫോറക്സ് ട്രേഡിങ്ങിലെ പാർട്ടിസിപ്പൻസ്. ഫോറക്സ് ട്രേഡിംഗ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റാണ്. എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റുകളിലേക്കാളും ഒക്കെ ഒരു 200 ടൈംസ് വരെ വലുതാണ് ഫോറക്സ് ട്രേഡിംഗ് മാർക്കറ്റ് എന്നാണ് പറയപ്പെടുക. അതിലെ മേജർ പാർട്ടിസിപ്പൻസ് എന്ന് പറയുന്നത് പല സെൻട്രൽ ബാങ്കുകൾ, പല രാജ്യങ്ങളിലെ സെൻട്രൽ ബാങ്കുകൾ, പല ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്സുകൾ, കോർപ്പറേറ്റ്സുകൾ, ഹെഡ്ജ് ഫണ്ട്സുകൾ, പിന്നെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്, നമ്മളെപ്പോലുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പെർസെൻറ്റേജ് ഫോറക്സ് ട്രേഡിങ്ങിൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 4% തൊട്ട് 5% വരെ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം സത്യത്തിൽ കോർപ്പറേറ്റ്സുകളാണ്. കോർപ്പറേറ്റ്സുകൾ അവരുടെ ഹെഡ്ജിങ്ങിന് വേണ്ടിയും ഇൻട്രസ്റ്റ് റേറ്റ് ഹെഡ്ജിങ്ങിന് വേണ്ടിയും കറൻസി ഹെഡ്ജിങ്ങിന് വേണ്ടിയും ഒക്കെ പലപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോർപ്പറേറ്റ്സുകളും കറൻസി ഹെഡ്ജിങ്ങിന് വേണ്ടി എപ്പോഴും ഈ പറയുന്ന ഫോറക്സ് മാർക്കറ്റ്സുകൾ ഉപയോഗിക്കാറുണ്ട്. ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതായത് ഇപ്പോൾ സപ്പോസ് നമ്മുടെ ഇന്ത്യയിലൊക്കെ ഏറ്റവും വലിയ IT കമ്പനിയായ ഇൻഫോസിസിന് ഏതെങ്കിലും ഒരു US ബാങ്കിൽ നിന്ന് ഒരു $1 ബില്യൺ ഒരു പ്രൊജക്റ്റ് കിട്ടിയെന്ന് നോക്കുക, ഒരു സോഫ്റ്റ്വെയർ പ്രൊജക്റ്റ് കിട്ടി. ഈ IT പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു അടുത്ത 5 വർഷം കൊണ്ടോ അല്ല 4 വർഷം കൊണ്ടോ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങളായിരിക്കും. ഇൻഫോസിസിൻ്റെ ആൾക്കാരെല്ലാം ഇരിക്കുന്നത്, അവരുടെ ഓപ്പറേഷൻസ് മുഴുവൻ നടക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പം ആദ്യത്തെ ഗഡുവായ ഒരു 25%, ഒരു $250 മില്യൺ അവർക്ക് അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് കിട്ടിയെന്ന് വിചാരിക്കുക. അടുത്ത ഓരോ വർഷവുമായിരിക്കും അടുത്ത ഗഡുക്കളായിട്ടായിരിക്കും അവർക്ക് പേയ്മെൻറ്റ് കിട്ടുക എന്ന് വിചാരിക്കുക. ഇന്ന് അവർ ആ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്തേക്കുന്നത് ഇപ്പോഴത്തെ കറൻസി റേറ്റായ 71 വച്ചിട്ടാണത്, 71 രൂപ വിനിമയ നിരക്ക് വെച്ചിട്ടായിരിക്കും അവരിപ്പോഴത് പ്ലാൻ ചെയ്തേക്കുക, അവരുടെ പ്രൊജക്റ്റ് കോസ്റ്റ് പ്ലാൻ ചെയ്തേക്കുക. പക്ഷേ അടുത്ത വർഷത്തെ 250 അടുത്ത അവരുടെ പേയ്മെൻറ്റ് വരുമ്പോൾ, ഡോളർ ടൈംസിലുള്ള അവരുടെ കോൺട്രാക്റ്റിൻ്റെ പേയ്മെൻറ്റ് അവർ രണ്ടാമത്തെ വർഷം വരുമ്പോൾ ആ സമയത്തെ കറൻസിയുടെ വിനിമയ നിരക്ക് അവർക്ക് ആർക്കും അറിയില്ല. അത് ചിലപ്പോൾ 60കളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭീകരമായ നഷ്ടം ഉണ്ടാവും. പക്ഷേ എന്നാൽ അത് വീണ്ടും 75കളിലേക്ക് 80കളിലേക്ക് പോകുകയാണെങ്കിൽ അവർക്ക് ഭീകരമായ ലാഭം ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ഈ IT എക്സ്പോർട്ടുകൾ കമ്പനികൾ അവരുടെ പേയ്മെൻറ്റ് റിസ്കുകൾ ഹെഡ്ജ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഈ ഫോറക്സ് പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാറുണ്ട്. ഈ ഫോറക്സ് പ്ലാറ്റ്ഫോമിൻ്റെ ഏറ്റവും വലിയ ഒരു കുഴപ്പമെന്ന് പറയുന്നതും ഇത് ഒരു വളരെയധികം ലോങ് ടൈമിലേക്ക് നമുക്കിത് ഹെഡ്ജ് ചെയ്യാൻ പറ്റില്ല. അടുത്ത വർഷത്തെ കോൺട്രാക്റ്റുകളൊന്നും നിലവിലില്ല. പലപ്പോഴും ഈ നിയർ മന്ത് കോൺട്രാക്റ്റ്, 1 മന്തോ അല്ല 2 മന്ത്സോ കോൺട്രാക്റ്റുകളായിരിക്കും ഏറ്റവും ആക്റ്റീവായിട്ടുള്ളതും ആ കോൺട്രാക്റ്റുകളുമായിരിക്കും ഉണ്ടാകുക. പലപ്പോഴും അങ്ങനെയൊരു സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാസം നമ്മൾ ഹെഡ്ജ് ചെയ്യുക, അടുത്ത മാസം അതേ പൊസിഷൻസുകൾ അവർ റോൾ ഓവർ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻസുകളൊക്കെ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെയൊക്കെയാണ് മാർക്കറ്റിൽ എപ്പോഴും ഈ മാർക്കറ്റിൽ എപ്പോഴും ലിക്വിഡിറ്റി ഉണ്ടാകുക. ഒരിക്കലും റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ് അല്ല മേജർ പ്ലെയേഴ്സ്, കോർപ്പറേറ്റ്സും ബാങ്ക്സുമാണ് മേജർ പ്ലെയേഴ്സ്. അപ്പം അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട നമ്മുടെ കാൽക്കുലേഷൻ അനുസരിച്ച് വളരെ തന്മയത്വത്തോടു കൂടി നിന്ന് നമ്മുടെ റിസ്ക്കും നമ്മുടെ പ്രോഫിറ്റ് ഏണിംഗ് റേഷ്യോസും ഒക്കെ കണക്കാക്കിക്കൊണ്ട് വളരെ ചെറിയ രീതിയിൽ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യുക. ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഒരു ചെറിയ തുകയിൽ സംഭവം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ മൂവ്മെൻറ്റ്സുകളും കാര്യങ്ങളും ഏറ്റവും ചെറിയ ലോട്ട് സൈസൊക്കെ വാങ്ങി കുറച്ചു കാലം ഈ മാർക്കറ്റിനെ കുറിച്ച് പഠിക്കുക. നല്ല സിഗ്നൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നുള്ള ഇൻഫർമേഷൻസും ഗൈഡൻസുകളും ഒക്കെ എടുക്കുക. അതിനുശേഷം മാർക്കറ്റിൽ എപ്പോഴും ആക്റ്റീവായിരിക്കുക. ഓരോ ദിവസവും എക്കണോമിക് കലണ്ടറുകൾ നിങ്ങൾ രാവിലെ തന്നെ നോക്കുക, അതിൻ്റെ ന്യൂസുകൾ വായിക്കുക. അപ്പോൾ നമുക്ക് ഓരോ കറൻസി പെയർസിൻ്റെയും സാധ്യതകൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ ട്രേഡ് ചെയ്യുന്നത് വഴി ഇതിനകത്ത്
ഒരു കുഴപ്പമില്ലാത്ത പ്രോഫിറ്റ്, നമ്മളൊരു നല്ലൊരു എക്സ്പേർട്ട് ട്രേഡർ ആണെങ്കിൽ, റിസ്ക് ഒക്കെ മാനേജ് ചെയ്ത ട്രേഡർ ആണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പ്രോഫിറ്റ് നമുക്ക് ഇതിനകത്ത് നിന്ന് കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ നിങ്ങൾ ഒരിക്കലും എൻ്റെ ഒപ്പീനിയൻ ഒരു ലോങ് ടേം ട്രേഡർ ആകാതിരിക്കുക. ലോങ് ടേം ട്രേഡർ ആവുകയാണെങ്കിൽ അങ്ങനെ ഒരു മാർക്കറ്റ് അല്ല ഈ പറയുന്ന ഫോറക്സ് മാർക്കറ്റ്. കാരണം ഇതിനകത്ത് നമ്മൾ ചെറിയൊരു മാർജിൻ കൊടുത്ത് വലിയ ട്രാൻസാക്ഷനാണ് നമ്മളിത് ചെയ്യുക. എപ്പോഴും ചെറിയ ചെറിയ ട്രാൻസാക്ഷനുകൾ നമ്മൾ ചെയ്യുക. ലോസ് മാക്സിമം മിനിമൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ, നിങ്ങൾക്കൊക്കെ ഡൗട്ടുകൾ ചോദിക്കാം. നിങ്ങൾ പല എക്സ്ചേഞ്ചുകളെ കുറിച്ചും കേട്ടിട്ടുണ്ടാവും. ഇന്ത്യയിൽ ഫോറക്സ് ഉണ്ട്, പക്ഷേ ഇന്ത്യയിലെ ഫോറക്സ് എന്ന് പറയുന്നത് ഇന്ത്യൻ റുപ്പി വേഴ്സസ് ഡോളർ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ DG6 എന്ന് പറയുന്ന ദുബായിലൊക്കെ ഒരു എക്സ്ചേഞ്ചുകളുണ്ട്. അതിനകത്ത് പല ഫോറക്സ് ഇതും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു കൺട്രിയുടെ കമോഡിറ്റി അല്ലെങ്കിൽ ഫോറക്സ് എക്സ്ചേഞ്ച് ആണത്. അതും ഈ കോൺട്രാക്ട് ഫോർ ഡിഫറൻസ് എന്ന് പറയുന്നത് CFDയും തമ്മിൽ വളരെയധികം വ്യത്യാസമുണ്ട്. ഇവർ കൊടുക്കുന്ന റേറ്റ്സ് എപ്പോഴും ഈ പറയുന്ന CFD പ്ലാറ്റ്ഫോംസുകളിൽ എപ്പോഴും ലിക്വിഡിറ്റി വളരെയധികം കൂടുതലായിരിക്കും. അതായത് നമുക്ക് ആ വിനിമയ നിരക്കുകൾ വളരെ ടൈറ്റ് പിപ്സിൽ നമുക്ക് കിട്ടും. പക്ഷേ അത് മാത്രമല്ല, ഇതിനകത്ത് നമ്മൾ ഒരു വിധത്തിലുള്ള ട്രാൻസാക്ഷൻ ചാർജസുകളോ ബ്രോക്കറേജസുകളോ ഒന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് ഒരു ഫോറക്സ് ട്രേഡറെ സംബന്ധിച്ചിടത്തോളം, കൊള്ളാവുന്ന ഒരു ഇൻട്രാഡേ ട്രേഡറെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടൈം ട്രേഡറെ സംബന്ധിച്ചിടത്തോളം ഇതുപോലത്തെ പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. അതായത് നമുക്ക് കോസ്റ്റ് വളരെയധികം, ഒരു ട്രാൻസാക്ഷൻ നമുക്ക് ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് വളരെയധികം ലഘൂകരിക്കാൻ പറ്റിയാൽ തന്നെ നമ്മുടെ ഈ ബിസിനസ് നമുക്ക് സക്സസ്ഫുള്ളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുക. താങ്ക് യു ഓൾ.